സമൂഹ മാധ്യമങ്ങളിലൂടെ സമൂഹത്തിലെ ഓരോ അഴുക്ക് ചാലുകളും വൃത്തിയാക്കി, കടൽ തീരങ്ങൾ വൃത്തിയാക്കി, വീടുകളിലെ വാട്ടർ ടാങ്കുകൾ കയറിയിറങ്ങി വൃത്തിയാക്കി, സമൂഹ ജനങ്ങളിൽ നിന്നും അപരാധങ്ങൾ മാത്രം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രശ്നേഷ് മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരിക്കെ എന്താണ് പ്രശ്നേഷിന്റെ കുടുംബത്തിൽ സംഭവിച്ചത്? സത്യത്തിൽ ഇവിടെ ഭയങ്കര പ്രശ്നങ്ങളാണ്. സ്വന്തം അമ്മയെ പറ്റി പെങ്ങളെ പറ്റി കുമ്പിത്തരം പറയുന്നു. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധേ? കൊണ്ട് ഉപ്പിലിട്ട് വെക്കുക. ഇതിന് മറ്റൊരു ചരിത്രമുണ്ട്, ഒരു ഫോർച്യൂണറിന്റെ ചരിത്രം. ഈ കലിയുഗത്തിൽ ഒരു കാറില്ലാതെ ജീവിക്കാൻ കഴിയില്ല. എന്ത്? അതുകൊണ്ട് നമുക്കൊരു കാർ എടുക്കാം. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ഇസ്യൂസിന്റെ വണ്ടിയോ അല്ലെങ്കിൽ ടൊയോട്ടയുടെ ഉണ്ടല്ലോ, എന്തുവാ ഇലക്സോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ അത് മതി നമുക്ക്. ആദ്യ ഗഡു ഒരു 20,000 rupees ഒന്ന് സോർട്ട് ഔട്ട് ചെയ്ത് ഇപ്പൊ തന്നെ കൊടുത്തേക്ക്. ഓക്കെ, ആ ചെല്ലു സുധാരണ ഉണ്ടാവും. ഈ സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസറും കൊണ്ട് നടക്കുന്ന ഒരാള്. പറിക്ക് വരെ സാനിറ്റൈസർ അടിച്ച് നടക്കണമെന്ന് പറയുന്നവനില്ലേ നീ? നിന്റെ സ്വന്തം പെങ്ങൾ ഈ പറയുന്നത് ശരിയാണോ, അതോ നിനക്ക് ഫോർച്യൂണറിന് വേണ്ടിയിട്ടാണോ ഇത്? അതേന്ന് കൂട്ടിക്കുന്നു, ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട്. Hey girl, what's the best time for a beach cleanup? Both morning and evening time are the best. Yeah, totally. അതെന്താ നട്ടുച്ചയ്ക്ക് വന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്രാവ് വന്ന് പറിക്കടിക്കൂ? ഒന്ന് പോയടാ. ഇതിന്റെയൊക്കെ ചരിത്രം വേറെ ഉണ്ട്. അതുകൊണ്ട് ചരിത്രം ഉറങ്ങുന്ന ഫോർച്യൂണർ ഉണ്ട്. അനിതി പണിക്ക് വേറെ സത്യത്തിൽ എനിക്ക് തീരെ താല്പര്യം ഉണ്ടായില്ല. കൃഷ്ണൻകുട്ടി നിർബന്ധിച്ചോണ്ടാ. ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ ഒരു കണക്ഷൻ, അപ്പൊ ഇപ്പുറത്തെ ഒരു കണക്ഷൻ തുടങ്ങിയപ്പം മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു. ഈ 3000 കൊടുത്തത് എന്തൊരു തന്തല്, കണ്ടന്റിന് വേണ്ടിയിട്ടാണോ അതല്ലെങ്കിൽ സ്വന്തം പെങ്ങളെ പറ്റിയൊക്കെ ഇങ്ങനെ വന്നിരുന്നു? അത് തൊട്ടിപ്പുറത്തിരിക്കുന്ന ഒരു പെങ്കൊച്ചനല്ലേ? നാളെ നിന്റെ പെണ്ണുമ്പിള്ളയെ പറ്റി നീ പറയുവോ? അത് തന്തലേവിയാണ്. എന്തൊക്കെ പറഞ്ഞാലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. തെണ്ടി തലക്ക് വെളിവില്ലാത്ത ഒരേ ഒരു പെങ്ങളല്ലാടാ നിനക്കുള്ളൂ. നിന്റെ നമ്മുടെ വയറ്റിൽ തന്നെയല്ലടാ ഇവിടെ ജനിച്ചത്. തെണ്ടിത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ഈ ദുകുല കാമ്പോജിൽ ഞാൻ തിളച്ച ചായ ഒഴിക്കും. വളരെ മോശമായി. എന്തോ ആയിക്കോട്ടെ, സ്വന്തം പെങ്ങളെ പറ്റി അത് കണ്ടന്റ് ആണെങ്കിലും അത് റിയൽ ആയിട്ടാണെങ്കിലും ഇതൊക്കെ ഇവിടെ വന്ന് ഞങ്ങളോട് പറയേണ്ട കാര്യം എന്തുവാ മയിലേ? ഇല്ല. ഈ 3000 കൊടുത്തതിന് തൊട്ട് മുമ്പ് 26,500 കൊടുത്തത്. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ അമ്മച്ചി കംപ്ലൈന്റ് കൊടുത്തോളാം. അപ്പൊ നിന്നെപ്പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്ന അല്ല എന്റെ പണി. ഞാനേ പ്രശ്നേഷ് അല്ലാന്ന്. സത്യമാണെങ്കിലും കള്ളമാണെങ്കിലും കണ്ടന്റിന് വേണ്ടിയിട്ടാണെങ്കിലും സ്വന്തം അമ്മയും സ്വന്തം പെങ്ങളെ പറ്റി ഒന്നും അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ നിന്ന് പറയുന്നത് നല്ല ഒരു ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇവനെ പറഞ്ഞിട്ടും കാര്യമില്ല. ഇവൻ ഇനി ഇതെടുത്ത് വെച്ചിട്ട് അവന്റെ പേജിൽ ചുരത്തും. കാരണം അവൻ നാണമില്ലാത്തൊരു മൈരനാ. പിന്നെ പന്നി ചേട്ടാ അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.